ഹാപ്പിനെസ് ജാർ എന്ന് കേട്ടിട്ടുണ്ടോ? സന്തോഷത്തിന്റെ ഭരണി. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം തോന്നുമ്പോൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഈ സന്തോഷം തോന്നുമ്പോൾ തന്നെ ഒരു ചെറിയ പേപ്പറിൽ ആ സന്തോഷിച്ച കാര്യം എഴുതിയിട്ട് ഈ ജാറിൽ നിക്ഷേപിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഭയങ്കരമായ നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോൾ ഈ ഹാപ്പിനെസ് ജാർ തുറന്നിട്ട് ഓരോരോ പേപ്പറുകൾ എടുത്ത് വായിച്ചു നോക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴൊക്കെ എത്രയൊക്കെ സന്തോഷിച്ചിട്ടുണ്ടെന്നും നമ്മൾ എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നൊക്കെ അത് നമ്മൾ ഓർമ്മപ്പെടുത്തും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു കിട്ടും. അതാണ് ഹാപ്പിനെസ് ജാർ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സുഹൃത്തു കൂടിയായ ഹാപ്പിനെസ് കോച്ച് ഷബ്ന സുൽത്താനോട് സംസാരിച്ചപ്പോൾ ഷബ്ന പറഞ്ഞത് ജാറിനെ കുറിച്ചല്ല, ഹാപ്പിനെസ് ജൂക്ക് ബോക്സിനെ കുറിച്ചാണ്. ഓഡിയോ ചാറ്റുകളുടെ കാലമാണ്. നമ്മുടെയൊക്കെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓഡിയോ ചാറ്റുകൾ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ടാവും, അല്ലെ? ഇങ്ങനെ വരുന്ന ഓഡിയോ ചാറ്റുകളിൽ പലരും പല സമയത്തും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച്, നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഹെൽപ്പിനെ കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ട് ആൾക്കാർ അയച്ച ഓഡിയോ നോട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഓഡിയോകളെല്ലാം തന്നെ വാട്സാപ്പിൽ നമ്മൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റിവെച്ചാൽ അത് തന്നെയാണ് ഹാപ്പിനെസ് ജൂക്ക് ബോക്സ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വളരെ മോശമായിട്ട് തോന്നുന്ന സമയത്ത്, നമ്മളൊക്കെ മനുഷ്യരാണ്, പലപ്പോഴും അങ്ങനെ തോന്നാം, അല്ലെ? അതായത് ഞാനൊരു തോൽവിയാണ്, ഞാനൊന്നും ആയിട്ടില്ല, ഞാൻ എന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് തുറക്കുക. പല സമയത്തായിട്ട് പലരും പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മളെ കുറിച്ചിട്ടുള്ളത് കേൾക്കുക. നഷ്ടപ്പെട്ട സന്തോഷം അപ്പൊ തന്നെ തിരിച്ചു കിട്ടും. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ഹാപ്പിനെസ് ജൂക്ക് ബോക്സ്. അപ്പൊ ഇനി അങ്ങോട്ട് ഇപ്പോഴും എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.